നമസ്കാരം. ഡോക്ടർ നീഷയാണ്, കുട്ടികളുടെ ഡോക്ടറാണ്. ചൂടുകാലമായിട്ടുണ്ട്. ഇപ്പൊ പാരന്റ്സിന്റെ ഏറ്റവും വലിയ സംശയം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ചൂടുകുരുവിന് ഉപയോഗിക്കാൻ പറ്റുന്ന പൗഡർ ഏതാണ് എന്നാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചൂടുകുരുവിന് ഒരിക്കലും നിങ്ങൾ പൗഡർ യൂസ് ചെയ്യാത്തതാണ് ഏറ്റവും നല്ലത്. കാരണം ചൂടുകുരു ഉണ്ടാവുന്നത് നമ്മുടെ ശരീരത്തിലുള്ള വിയർപ്പ് ഗ്രന്ഥികളിൽ ഉണ്ടാവുന്ന ഒരു ഇൻഫെക്ഷന്റെ ഭാഗമായിട്ടാണ്. അതായത് ചൂടുണ്ടാകുന്ന സമയത്ത് നന്നായിട്ട് സ്വെറ്റ് ചെയ്യും, നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അപ്പൊ ഈ സ്വെറ്റ് പ്രൊഡക്ഷൻ കൂടിയിട്ടാണ് ഇങ്ങനെ കുരുക്കളായിട്ട് ഈ സ്വെറ്റ് ഗ്ലാൻസ് പുറത്തേക്ക് നമ്മളിങ്ങനെ കാണുന്നത്. അപ്പൊ ഇതിന് ഒരുപാട് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ ഈ സ്വെറ്റ് ഗ്ലാൻസിന്റെ ഓപ്പണിങ് ബ്ലോക്ക് ആയിപ്പോ. ഓൾറെഡി സ്വെറ്റ് വന്നിട്ട് അത് ബ്ലോക്ക് ആയിട്ടാണ് ചൂട് കുരുക്കളായിട്ട് കാണുന്നത്. അപ്പൊ വീണ്ടും പൗഡർ ഇട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും ബ്ലോക്ക് ആയിട്ട് ഒരുപാട് കുരുക്കൾ കൂടുകയാണ് ചെയ്യുക. അപ്പൊ യാതൊരു കാരണവശാലും പൗഡർ യൂസ് ചെയ്യാതിരിക്കാം. അപ്പൊ പകരം എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒന്ന്, കുഞ്ഞിന് സ്മോൾ ഫ്രീക്വന്റ് ബാത്ത് കൊടുക്കുക. അതായത് ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിനെ നനച്ച് തുടച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കുളിപ്പിക്കാം. ഇളം ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിലോ കുളിപ്പിക്കാൻ പറ്റും. പിന്നെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സാണ്. നല്ല കോട്ടൺ ഡ്രസ്സ് കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. അതുപോലെ തന്നെ അവരുടെ ഇടുക്കുകൾ, അതായത് കക്ഷം, ആംപിറ്റ്, കഴുത്തിന്റെ ഈ ഫോൾഡ്, ഈ സ്ഥലത്തൊക്കെ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. അവിടെയാണ് കൂടുതൽ സ്വെറ്റ് ചെയ്യാനുള്ള സാധ്യതയുള്ളത്. അപ്പൊ അവിടെ നല്ല വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ ചൂടുകുരുക്കളെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് ഓയിൽസ്, നമ്മൾ വെളിച്ചെണ്ണയൊക്കെ തേച്ച് നന്നായിട്ട് കുളിപ്പിക്കും അല്ലെ? അപ്പൊ ഇതൊക്കെ ഈ ചൂടുകാലത്ത് കുറയ്ക്കുക. ഒരുപാട് ഓയിൽസ് യൂസ് ചെയ്താൽ അതും കൂടുതൽ ഈ സ്വെറ്റ് ഗ്ലാൻസിനെ ബ്ലോക്ക് ചെയ്യാൻ മാത്രമേ ഹെൽപ്പ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ലോഷൻസും ക്രീംസും, നല്ല കട്ടിയുള്ള ക്രീമൊക്കെ ഇട്ട് കൊടുക്കും. അപ്പൊ ഇതൊക്കെ ഒന്ന് കുറയ്ക്കുക. നോർമലായിട്ട് കുട്ടിയെ നടത്താൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് ക്രീംസും പൗഡറും ഒക്കെ ഒഴിവാക്കുക. പിന്നെ പറ്റുമെങ്കിൽ കുട്ടിക്ക് ഒരുപാട് ഇച്ചിങ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്ത് കലാമിൻ ലോഷൻസ് പോലെയുള്ള ലോഷൻസ് ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി എപ്പോഴാണ് ഒരുപാട് വെറീഡ് ആവേണ്ടത്? ഈ ഇങ്ങനെയുള്ള ചൂടുകുരുക്കൾ ഒരുപാട് കൂട്ടം കൂടി കഴിഞ്ഞാൽ പഴുപ്പ് പോലെ പസ് പോയിന്റിംഗ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ, അതുപോലെ കുഞ്ഞിന് പനിയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ പീഡിയാട്രിഷ്യന്റെ ഒരു ഒപ്പീനിയൻ എടുക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്.